എൻ്റെ സൗണ്ടിന് വലിയ വ്യത്യാസമാണ്. അപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് ഡോക്ടർ വസൂത്രനൊക്കെയും അദ്ദേഹം പറഞ്ഞു നമുക്ക് ചിലപ്പോൾ പനിയായിരിക്കുമല്ലോ ജലദോഷത്തിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. 1.5 മാസത്തിന് പോയി സൗണ്ടൊക്കെ തീരെ കുറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബയോപ്സി എടുത്ത് അയച്ചു നോക്കാം. ബയോപ്സി എടുത്ത് അയച്ചപ്പോഴാണ് ക്യാൻസറിൻ്റെ വളരെ ലേറ്റായിട്ടുള്ള ചെറിയ അംശം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേടിയായി. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വെറുക്കുന്ന ഒരു സംഭവമാണ്. അവരുടെയും പോയി അവിടുത്തെ ചെയ്യണം, അങ്ങനെ ഓങ്കോളജിയിലേക്ക് റേഡിയേഷൻ എടുക്കണം. 24 റേഡിയേഷൻ എടുത്തു. 2 കൊല്ലം വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണ്. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡോക്ടർ മോഹിനിയെ പരിപ്പെടുന്നത്. ഒരാഴ്ചക്കകം ഞാൻ ബാംഗ്ലൂർ ചെന്നു. അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും അവിടെ ചെന്ന് ഓപ്പറേഷൻ നടത്തി സക്സസ് ആയി. ഇപ്പോൾ 13 കൊല്ലം കഴിഞ്ഞു. 2010 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞാൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാലം മാറ്റാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ അതിനുള്ള സൗകര്യങ്ങൾ എന്നാൽ പോകണമെന്ന് കൊണ്ടുപോയി ചോദിച്ചു. ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. എനിക്ക് ആഗ്രഹത്തോടുള്ള കടപ്പാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഡോക്ടർ മോനിയുടെ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അതിപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. ആ ഒരു കൗൺസിലിങ്ങിൽ നിന്നാണ് പപ്പയ്ക്ക് ഇത്രയും ഒരു പ്രചോദനം കിട്ടാനുള്ളൊരു കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനാണ് അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കുന്നത്. ഞാനൊരു 10 മിനിറ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലിരുന്ന് കരഞ്ഞുപോയി. 13 വർഷം മുമ്പ് എന്ത് ചെയ്യണം എന്നുള്ള അറിയാൻ പാടില്ല നിൽക്കുന്ന സമയത്താണ് ആ ക്യാൻസർ എന്നുള്ള രീതിയിൽ വന്നു. പെട്ടെന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്ന് റേഡിയേഷൻ ചെയ്താൽ മതി. റേഡിയോളജിസ്റ്റിനെ കാണുന്നു, 10-22 ഇത് ചെയ്യുന്നു, റേഡിയേഷൻ ചെയ്യുന്നു. വീണ്ടും 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്നു. വീണ്ടും 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പപ്പയ്ക്ക് ഇത് തന്നെ പ്രശ്നമായി. അന്നേരം അവർ പറയുന്നു മറ്റേ ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. വീണ്ടും 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നം വന്നത്. വീണ്ടും ലേസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബൈ ചാൻസിന് ഡോക്ടർ മോനിയെ കാണാൻ ഇടയാവുന്നതും എന്താണെന്ന് ചോദിക്കുന്നതും. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഡോക്ടർ മോനിയുടെ ഇതായിട്ട് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നതും. നമ്മൾ ഡോക്ടർ മോനി അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു. മറ്റേ ഇവിടെ ബാംഗ്ലൂർ പോകുന്നു, നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ചെന്ന് എന്താണെങ്കിലും ഒരാഴ്ചയും കൊണ്ട് പുള്ളി ഡോക്ടർ അത് സർജറി ചെയ്തു. ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അനിയനുണ്ട്, ഞാനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞു പോയി നീ നിൻ്റെ ബിസിനസ് ചെയ്യുക, ഇവിടെ നിന്ന് സമയം കളയേണ്ട കാര്യമില്ല, ഇവിടെ ഓക്കെയാണ്, എല്ലാ കാര്യവും ഓക്കെയാണ്. അവിടെ തന്നെ ഒരു അനക്സ് എടുത്ത് 1 മാസത്തിനകം പപ്പ ഇവിടെ വന്നു. അത്യാവശ്യം സെയിലും വർക്കെല്ലാം നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ പപ്പ രാവിലെ പോയാൽ വൈകുന്നേരം വരെ അതിൻ്റെ ഇത് ബിസിനസ്സൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നു. ഏത് രോഗമാണെങ്കിലും അതിൻ്റേതായ സ്ഥലത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ, അതിൻ്റെ ഇപ്പോൾ ക്യാൻസർ ആണെങ്കിലും അറ്റാക്ക് ആണെങ്കിലും അതിൻ്റേതായ സ്ഥലത്ത് തന്നെ ചെന്ന് പെട്ടാൽ അത് കറക്റ്റ് അതിൻ്റെ ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ 90% അതിൻ്റെ കറക്റ്റ് സ്ഥലങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെട്ടിരിക്കും. അതാണ് പപ്പയെ സംബന്ധിച്ച് നമുക്കിപ്പം റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. വലിയ അനുഗ്രഹമാണ് ഈ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നമ്മുടെ ഡോക്ടർ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാൾ അനുഗ്രഹപ്രദമായി സൗകര്യപ്രദമായി വേറെ ഒരു കാര്യവുമില്ല. പാവപ്പെട്ടവർക്ക് ഈ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാകുന്നത്. അങ്ങനത്തെ ഉള്ള സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ പട്ടണങ്ങളിലേക്ക് വന്നു ഇവിടുത്തെ ആളുകളെ സഹായിക്കുകയും മറ്റുള്ള രോഗികളെയൊക്കെ നമ്മളതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ